അയാൾക്ക് ചെവിടും കേൾക്കുന്നില്ല തോന്നുന്നു. നമസ്കാരം. കുറേ നാളുകളായിട്ട് നമ്മുടെ റിയാസ് മന്ത്രി ഒരുപാട് റീൽസുകളൊക്കെ ഇട്ട് വളരെയധികം പബ്ലിസിറ്റി കൊടുത്ത അമ്പൂരി കുമ്പിച്ചൽക്കടവ് പാലത്തിൻ്റെ ഉദ്ഘാടനം അങ്ങനെ കഴിഞ്ഞു. ഒരുപാട് പാവപ്പെട്ട മനുഷ്യരുടെ ബൈറ്റൊക്കെ എടുത്ത് ആ റീൽസൊക്കെ നല്ല കളറാക്കിയിട്ടുണ്ട്. അവിടെയൊക്കെ ഉള്ളതൊക്കെ വളരെ സർവ്വസാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ കേട്ടോ. അവിടുത്തെ പാർട്ടി പ്രവർത്തകരൊക്കെ ആണെങ്കിലും പാവപ്പെട്ട മനുഷ്യരാണ്. ആ സ്ഥലത്ത് പോയിട്ടില്ലാത്തവർ അവിടെ പോയാൽ മനസ്സിലാകും. അവിടെ ഉദ്ഘാടനത്തിന് വേണ്ടി നമ്മുടെ മുഖ്യദാസൻ അങ്ങോട്ട് എഴുന്നള്ളിയപ്പോൾ ജില്ലാ പഞ്ചായത്ത് അംഗം ഒരു സ്ത്രീയാണ്. അവർ ഒരു സെൽഫിക്ക് വേണ്ടി ശ്രമിക്കുകയാണ്. അല്ല, ഇങ്ങനെയുള്ള ആളുടെ അടുത്ത് സെൽഫി എന്നും പറഞ്ഞ് ഫോണുമായിട്ട് ചെന്ന ആൾക്ക് ആദ്യം കൊടുക്കേണ്ട മരുന്ന് കൊടുക്കണം, അത് വേറെ കാര്യം. അപ്പോഴേ പെട്ടെന്ന് രായാവിൻ്റെ അടുത്ത് സെൽഫിയോ എന്നുള്ള ഒരു ആട്ടിന് തുല്യമായിട്ടുള്ള ഒരു മുഖഭാവത്തോടു കൂടി, ഒരു അവജ്ഞയോടു കൂടി ആ സ്ത്രീയുടെ പാവം നിഷ്കളങ്കമായ ആ ആവശ്യത്തെ നിരസിച്ചു. നമ്മുടെ ഈ കുമ്പിച്ചൽ കടവിൽ നിന്ന് പച്ചരി റൊട്ടിയും പച്ചവെള്ളവും ഒക്കെ കുടിച്ചു വളർന്നു വന്ന തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ നേതാവായതുകൊണ്ടായിരിക്കാം ജനങ്ങളെ കാണുമ്പോൾ ഒരു പ്രത്യേക സ്നേഹം ഇങ്ങനെ വഴിഞ്ഞൊഴുകും. അത് പുറത്തു വരുന്നത് പുച്ഛമായിട്ടാണ് എന്ന് മാത്രം. നമ്മുടെ ഈ കുമ്പിച്ചൽ കടവിൽ നിന്ന് 4 ഈ ജനപ്രതിനിധികളോടൊക്കെയുള്ള ഇവരുടെ പുച്ഛവും ഈ ഒരു ധാർഷ്ട്യം കാണിക്കലും ഒക്കെ ജനങ്ങളോട് കാണിക്കുന്നതിന് തുല്യം തന്നെയാണ്. ജനങ്ങളോടാണ് ഇത് കാണിക്കുന്നത്. ജനങ്ങൾ ജയിപ്പിച്ചു വിട്ട ആളുകളാണ് ഇവരൊക്കെ, ജനപ്രതിനിധികളൊക്കെ. അപ്പൊ അവരൊക്കെ നിസ്സാരമായിട്ട് ഒരു അര മിനിറ്റ് വേണ്ട. പക്ഷെ സമയമില്ലാഞ്ഞിട്ടുമല്ല, സാഹചര്യമില്ലാഞ്ഞിട്ടുമല്ല, അവിടെ ഒരു തിരക്കുമില്ല, റോഡിന്റെ നടുക്കൊന്നല്ല ചോദിച്ചത്. അവരെത്ര ആഗ്രഹത്തോടെ ആയിരിക്കും ചെന്നത്. അപ്പോൾ അത്രയും പേരുടെ മുന്നിൽ വെച്ച് അവർക്കൊരു അപമാനം മാത്രമല്ല, സ്ത്രീകളെ അപമാനിക്കുന്നത് ഇതിനു മുമ്പും മുഖ്യദാസനിൽ നിന്നും ആ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. താങ്ക് യു സർ, വളരെ നല്ലൊരു ഉദ്ഘാടന പ്രസംഗം കാഴ്ചവെച്ചതിന്. പക്ഷെ വേറെ ഏതെങ്കിലും പാർട്ടിയിൽപ്പെട്ട ഒരാളാണ് സ്ത്രീകളോട് ഇങ്ങനെ മോശമായിട്ട് പെരുമാറുന്നത്, അല്ലെങ്കിൽ ഒരു പരിഗണനയും കൊടുക്കാതെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതെങ്കിൽ മുഖ്യദാസൻ വാർത്താ സമ്മേളനം വിളിച്ച് അതിനെപ്പറ്റി എഴുതി വാചാലനാവും. പിന്നെ ഇങ്ങനെയുള്ള ആളുകളുടെ പുറകെ സെൽഫിക്ക് വേണ്ടിയൊക്കെ നടക്കുന്ന മനുഷ്യരോട് പറയുകയാണ്, ഒരാളൊരു പ്രത്യേക സ്ഥാനത്തിരിക്കുന്നു, ഒരു സെലിബ്രിറ്റിയാണ്, അല്ലെങ്കിൽ 4 പേർ അറിയുന്ന ആളാണെന്ന് കരുതി അയാളുടെ കൂടെ നിന്ന് ഒരു സെൽഫി എടുത്തിട്ട് നമുക്ക് യാതൊരു പ്രയോജനവുമില്ല. ഒന്ന്, അയാൾ എത്രത്തോളം പോസിറ്റീവായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ചിലരെ കാണുമ്പോൾ തന്നെ ഒരു ഓറ ഉണ്ടാവും. ചിലരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റിവിറ്റി കിട്ടും. പക്ഷെ ചിലരെ കണ്ടാലോ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ആളുകളായിരിക്കും. ചിലരുടെ മുഖത്തോട്ട് നോക്കിയാൽ മുഖം ഇരിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ മുഖത്തൊരു പുഞ്ചിരിയെ കാണില്ല. എന്തോ നമ്മളോടുള്ളൊരു ശത്രുത മുഖത്തിങ്ങനെ പ്രതിഫലിപ്പിക്കുന്നത് പോലെ ആയിരിക്കും ചിലരുടെ മുഖം കണ്ട. നമുക്കൊന്നുകൂടി നോക്കാൻ തോന്നില്ല, അത്തരക്കാരോട് സംസാരിക്കാൻ പോലും തോന്നില്ല. ഈ മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? നമ്മുടെ മനസ്സിൽ എന്തൊക്കെയാണോ നമ്മൾ നിറച്ചിരിക്കുന്നത് അതൊക്കെ ആയിരിക്കും നമ്മുടെ മുഖത്ത് പ്രതിഫലിക്കുക. ചിലപ്പോൾ റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ ഒരു പരിചയമില്ലാത്ത ആളുകളാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഇല്ലേ? ഓപ്പോസിറ്റ് നടന്നു വരുമ്പോൾ നമ്മളെ കണ്ട് ചിരിക്കും, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലായിരിക്കും. അപ്പോൾ തിരിച്ചൊരു ചിരി കൊടുക്കും. എത്ര മനോഹരമായിട്ടുള്ള ഒരു മൊമെൻ്റാണ് അതല്ലേ? പക്ഷെ മറ്റ് ചിലർ എപ്പോഴും നവരസങ്ങളിൽ ഇതൊരെണ്ണം മാത്രമേ മുഖത്ത് കാണുള്ളൂ. ബാക്കിയുള്ള 8 രസങ്ങളെക്കുറിച്ച് യാതൊരു അറിവും കാണത്തില്ല. നമ്മുടെ ഈ കുമ്പിച്ചൽ കടവിൽ നിന്ന് 4 ബസ് നെയ്യാറ്റിൻകര. പ്രശ്നം വേറൊന്നും അല്ല, ഞാൻ പറഞ്ഞില്ലേ, പച്ചരി റൊട്ടിയിൽ നിന്ന് ഇപ്പം മനുഷ്യരുടെ പച്ചമാംസം തിന്നാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് ഉയർന്നതിന്റെ ഭാഗമായിട്ട് ഞാനൊരു മഹാരാജാവാണ് എന്ന സ്വയം തോന്നലിൽ നിന്ന് ജനിക്കുന്ന, സ്വന്തം നാശത്തിന് വഴിവെക്കുന്ന ഒരു പ്രത്യേക രസമാണിത്. ഒരു മുഖ്യമന്ത്രിയോടാണോ ഒരു സെൽഫിക്കൊക്കെ ചോദിക്കുന്നത്? അദ്ദേഹം പ്രധാനപ്പെട്ട ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ട് നിൽക്കുകയല്ലേ, ഈ സമയത്തൊക്കെയാണോ ഒരു സെൽഫിക്ക് ശ്രമിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് അന്തം കമ്മികൾ വന്നും മെഴുകും. ഇവരുടെ ആരുടെയും വീട്ടിൽ ചെന്ന് ഇവർ ഊണ് കഴിച്ച് വിശ്രമിക്കുന്ന സമയത്ത് കൂടെ ഇരുന്ന് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മുടെയൊക്കെ വീട്ടുകളിലെ ഇലക്ഷൻ സമയത്ത് വോട്ട് ചോദിക്കാൻ വരുമ്പോൾ നമുക്ക് സാഹചര്യവും സമയവും ഉണ്ടോ, നമ്മൾ എന്തെങ്കിലും ജോലിയിലാണോ എന്നൊന്നും തിരക്കിയിട്ടല്ലല്ലോ മുറ്റത്ത് വന്ന് നമ്മളെ ശല്യപ്പെടുത്തുന്നത്. ആ സമയത്തൊക്കെ ജനങ്ങളുടെ ഏത് സമയത്തും അവരുടെ വീട്ടുമുറ്റത്തേക്ക് ഇടിച്ചു കയറാം, അവരുടെ സമയത്തേക്ക് ഇടിച്ചു കയറാം. ഇവരുടെയൊക്കെ സമയത്തിന് മാത്രം വലിയ വില. റോഡിൽ പോയാൽ ആശുപത്രിയിൽ പോകാൻ തിരക്ക് കൂട്ടുന്നവരുണ്ടാവും, സമയത്തിന് ജോലിക്ക് എന്ന് ഒപ്പിട്ടിട്ടില്ലെങ്കിൽ ആ ദിവസത്തെ ശമ്പളം നഷ്ടപ്പെടുന്ന മനുഷ്യരുണ്ടാവും, സമയത്ത് സ്കൂളിൽ പോകേണ്ട ആളുകളുണ്ടാവും. എന്തൊക്കെ എമർജൻസികളായിട്ടാണ് മനുഷ്യർ റോഡിൽ കൂടെ പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് അവരെ എല്ലാവരെയും ഒരു സൈഡിൽ ഒതുക്കി നിർത്തിയിട്ട് എന്ത് ആവശ്യത്തിനാണോ, എന്ത് അത്യാവശ്യത്തിനാണോ ഈ 10-20 വണ്ടിയുടെ എസ്കോർട്ടുമായിട്ട് ഈ മന്ത്രിമാർ പോകുന്നത്, മുഖ്യമന്ത്രിയൊക്കെ പോകുന്നത്, മനുഷ്യരെ ഒതുക്കി നിർത്തിയിട്ട്. ഇതൊക്കെ ജനാധിപത്യം. ആ സെൽഫി എടുക്കാൻ ശ്രമിച്ച യുവതിക്കും ആ ഫോണിനും എതിരെ കേസ് വരാതിരുന്ന ഭാഗ്യം. ഇതേ സാധനം സുരേഷ് ഗോപി കാണിച്ചെങ്കിൽ ഇപ്പം അതൊരു വലിയ വാർത്തയായേനെ.
ഈ സ്ത്രീക്കൊക്കെ ഇദ്ദേഹത്തെക്കുറിച്ച് അറിയാത്തതാണോ എന്നറിയില്ല, അറിയാമായിരിക്കും. പക്ഷെ ഇവരൊക്കെ വിചാരിക്കുന്ന ഈ ഇലക്ഷനൊക്കെ അടുത്ത സമയത്തെങ്കിലും മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയെങ്കിലും ഒക്കെ ഒരല്പം അഹന്ത കുറയ്ക്കും എന്നുള്ള ഒരു ചിന്തയുടെ പുറത്തു വല്ലതും ആയിരിക്കും ചെന്നത്. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു ധാർഷ്ട്യം ഉണ്ടല്ലോ, അത് എത്ര അടക്കി വയ്ക്കാൻ ശ്രമിച്ചാലും പുറത്തു വരും ഇടയ്ക്ക്. ഏത് പൊന്നുതമ്പുരാനാണെന്ന് പറഞ്ഞാലും നമ്മളോട് മാന്യമായിട്ട് ഇടപെടാനോ സംസാരിക്കാനോ നമ്മുടെ ആവശ്യങ്ങൾക്ക് പരിഗണന തരാത്ത ആളോ ആണെങ്കിൽ അവരെ അങ്ങനെ കാണേണ്ട കാര്യമേ ഉള്ളൂ. ഇത് രാജഭരണമല്ല, ജനാധിപത്യമാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഈ ജനാധിപത്യ പ്രക്രിയയിൽ പൊതുജനങ്ങൾക്കുള്ള പ്രാധാന്യം എത്രയാണ്, നമ്മുടെ വോട്ടവകാശത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണ് എന്നൊക്കെ നമ്മളൊന്ന് ചിന്തിക്കണം. അതൊക്കെ ചിന്തിച്ചാൽ നമുക്ക് ഇങ്ങനെയുള്ള വിഷമങ്ങളോ അല്ലെങ്കിൽ പ്രത്യേക ആഗ്രഹങ്ങളോ ഒന്നും ഉണ്ടാകില്ല. ഇതൊക്കെ കിട്ടിയിട്ട് എന്ത് നേട്ടമാണ്? അല്ല, ഇങ്ങനെ ഒരു സെൽഫി കയ്യിലുണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് റേഷൻ വാങ്ങിക്കാൻ പറ്റുമോ? അല്ല, ഇവരെ പോലുള്ളവരൊക്കെ ആയിട്ടുള്ളൊരു സെൽഫി എടുത്താലേ അത് ഡെയിലി നേരം വെളുത്ത് എഴുന്നേറ്റ ഉടനെ അതിലൊന്ന് നോക്കിയാൽ നമുക്ക് അന്നത്തെ ചെലവിനുള്ള പൈസ കിട്ടുമോ? ഏതെങ്കിലും രീതി പ്രയോജനം കിട്ടുമോ? ചില മൂദേവി പിടിച്ച മുഖങ്ങൾ നമ്മൾ രാവിലെ ഉണർന്ന ഉടനെ നോക്കിയാൽ ആ ദിവസം പോയി കിട്ടുന്നല്ലാതെ ഒരു പ്രയോജനം ഉണ്ടാവത്തില്ല. അതുകൊണ്ട് ഇവരെയൊക്കെ മാത്രമല്ല, ഈ സിനിമാ നടന്മാരുടെ നടിമാരുടെയൊക്കെ ഇത് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്നറിയാം. എവിടെയെങ്കിലും ചെന്നാണ് സെൽഫി സെൽഫി സെൽഫി. സിനിമാ നടനും സിനിമാ നടിയും പോലും അല്ല, വെറും സമൂഹത്തിന് ഒരു പ്രയോജനവും ഇല്ലാത്ത, ഒരു ആരാധനയും ഒരു ഇഷ്ടവും നമുക്ക് ഒരിക്കലും തോന്നിക്കൂടാത്ത ആളുകളുടെ പുറകെ പോലും പോകുന്നത് കാണാം. എന്തിനാണ് എന്തോ, മനുഷ്യർക്ക് എന്ത് കിട്ടുന്നത്? ചിന്ത ചേച്ചി പറഞ്ഞതുപോലെ സെൽഫിയുടെ കാലഘട്ടം എത്രയും പെട്ടെന്ന് അവസാനിച്ച് കിട്ടിയിരുന്നെങ്കിൽ എന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. മാനുഷിക പരിഗണന ഒരിടത്തും അങ്ങനെ കൊടുത്ത് കണ്ടിട്ടില്ല. അങ്ങനെയുള്ള ആളായതുകൊണ്ട് ഇനി സ്വകാര്യ ജീവിതത്തിൽ എങ്ങനെയാണ് എന്ന് നാട്ടുകാർക്കറിയില്ല. ഒരു പബ്ലിക് ഫിഗർ ആകുമ്പോൾ, പ്രത്യേകിച്ച് ഒരു മുഖ്യമന്ത്രിയൊക്കെ ആകുമ്പോൾ, പൊതുജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ അവരോടുള്ള നേരിട്ടുള്ള പെരുമാറ്റം എങ്ങനെയാണ് എന്നുള്ള കാര്യത്തിൽ അതീവ ശ്രദ്ധ ആവശ്യമാണ്. പക്ഷേ എത്ര ശ്രദ്ധയുണ്ടായിരുന്നാലും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമ്മുടെ തനി കോണം അത് പുറത്ത് വന്നു പോകും. എല്ലാം കൈവിട്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ട് പോലും ജനങ്ങളോടെങ്ങനെ പെരുമാറണം എന്ന കാര്യത്തിൽ സ്വാഭാവികമായിട്ടുള്ള ഒരു പെരുമാറ്റ ശൈലി ഈ നേതാക്കന്മാരുടെ ഒന്നും ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഒന്നും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നത് ആശ്ചര്യമാണെങ്കിലും പതിവ് പെരുമാറ്റ ശൈലി ഇതായതുകൊണ്ട് വലിയൊരു ആശ്ചര്യത്തിന് വകയുമില്ല. പിന്നെ കുറേ പേർ പറയും, നമ്മുടെ കൂടെ ഒരാൾ വന്ന് സെൽഫി എടുക്കുന്നത് നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ അതിഷ്ടമല്ല എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റെന്ന്. അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ പറയുന്നതിനൊരു മര്യാദയൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് മര്യാദ കാട്ടണം എന്ന് നമ്മൾ അമിതമായി പ്രതീക്ഷിക്കുന്ന ചില സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ, അത് പറയുന്നതിനൊരു രീതിയുണ്ട്. ആ മുഖം പോയ പോക്ക് കണ്ടോ? നമ്മുടെ ഈ കൊമ്പിച്ചൽ കടവിൽ നിന്ന് 4 ഏതായാലും ആ സ്ത്രീയോട് പറയാനുള്ളത്, എന്തോ വലിയ ഭാഗ്യത്തിൻ്റെ സമയത്താണ് ആ ഫോട്ടോ എടുക്കാൻ കഴിയാതെ ഭവതിക്ക് പോയത്. അതിൽ ഇപ്പോൾ ഒരു ചെറിയ വിഷമം ഉണ്ടാകുമെങ്കിലും ഭാവിയിലേക്കുള്ള വലിയൊരു മുതൽക്കൂട്ടാകും ഈ ദുരന്തത്തിൽ നിന്നും തലനാരിഴയ്ക്ക് ഒഴിവായ ആ നിമിഷം. അപ്പോൾ ജനങ്ങളോടുള്ള പുച്ഛത്തിനും ഞാനെന്ന ഭാവത്തിനും ധിക്കാരത്തിനും ധാർഷ്ട്യത്തിനുമൊക്കെയുള്ള മറുപടി ഉടനടി കൃത്യമായിട്ട് മുഖ്യദാസൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ജനങ്ങൾ കൊടുക്കും എന്ന ശുഭപ്രതീക്ഷയോടെ നന്ദി.